ഹലോ കൂട്ടുകാരെ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലൊരു പുഡിങ് തയ്യാറാക്കിയാലോ? അറേബ്യൻ കസ്റ്റേർഡ് ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പുഡിങ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റേർഡാണ് ഇട്ട് കൊടുക്കുന്നത്, കസ്റ്റേർഡ് പൗഡർ. അത് നല്ലതുപോലെ കട്ടയില്ലാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. നമുക്ക് പാൽ കാച്ചിയെടുക്കണം. അപ്പോൾ ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമ്മുടെ 1/2 ലിറ്റർ പാൽ, ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് നല്ലതുപോലെ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന പാലിനകത്ത് കസ്റ്റേർഡ് വെച്ചിട്ടില്ലേ, അത് നമുക്ക് പയ്യെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കൈ കൊണ്ട് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാൽ ഒന്നുകൂടെ നല്ല തിളച്ച് കട്ടിയായി വരണം കേട്ടോ. ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട, എന്നാലും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയ കട്ടിയായിട്ടിങ്ങനെ തിക്കായിട്ടിരിക്കും. ഒരുപാട് തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുമ്പോൾ അത് കട്ടിയായിക്കോളും. അപ്പോൾ അവിടെ ചെറുതായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഫ്രഷ് ക്രീമിനകത്തോട്ട് 1/4 കപ്പ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്, ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പാത്രത്തിനനുസരിച്ചാണ് കേട്ടോ, നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വിസ്തീർണം അനുസരിച്ചിട്ടാണ് നമുക്ക് ബ്രെഡ് ആവശ്യം വരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 16 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് നിരത്തി വയ്ക്കുക. ഇപ്പോൾ പാത്രത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു പാത്രമായിരുന്നു. നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പാലും കസ്റ്റേർഡും കൂടിയുള്ള ആ മിശ്രിതം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാക്കാവുള്ളൂ. അപ്പോൾ മേളിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ ബ്രെഡ് ഒന്ന് വീണ്ടും പരത്തുക. അതിനുശേഷം വീണ്ടും നമ്മുടെ കസ്റ്റേർഡിൻ്റെ ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും മേളിൽ ബ്രെഡ് എടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിന് ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് എടുക്കുന്നത്. നിങ്ങളുടെ ചെറിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. ഒരു 16 ബ്രെഡിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പാലിനകത്ത കസ്റ്റേർഡൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിന് നിരത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഏറ്റവും മേളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതും കൂടി മേളിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പരത്താം. അതിനുശേഷം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ബദാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ബദാമോ പിസ്തയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊരു 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ, നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ഇതും ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റേർഡും ആ പാലും മതി. മേളിൽ ആ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതില്ലാതെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.